നമ്മൾ ഇന്ന് ചിലവരുടെ ലൈഫിൽ കുറച്ച് സഡൻ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. ഈ റീഡിംഗ് നിങ്ങൾ റെസൊനേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ റീഡിംഗ് എടുക്കുക. റെസൊനേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതായിരിക്കില്ല. സോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഓൾമോസ്റ്റ് ഡെയിലി ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. സോ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, പുതിയ പുതിയ വീഡിയോസ് കാണാം. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സോ 10 of Pentacles, 10 of Cups reversed. സോ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തോ ഒരു ചേഞ്ച് വന്നു. ഓക്കെ, നിങ്ങൾക്ക് തന്നെ തോന്നി പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകുകയാണ്. ലൈക്ക് ഒന്നെങ്കിൽ നിങ്ങൾ എന്തോ വായിച്ചിട്ട്, ഓക്കെ, എന്തെങ്കിലും ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുക്ക് വായിച്ചോ, അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ എന്തോ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ എന്തോ സംഭവിച്ചു, നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയി. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പം നിങ്ങൾ തന്നെ കാര്യങ്ങൾ ആലോചിച്ചുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഓക്കെ, കുറേ നാളായിട്ട് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, ഇവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആണോ, ഇവരുടെ കൂടെ നടക്കണോ, ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നടക്കണോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു കരിയർ വൈസ് ആണെങ്കിൽ ഈ കരിയർ എനിക്ക് കൊള്ളാവുന്നതാണോ, ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണോ, വേറെ നോക്കണോ, അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, അതോ എന്താണ് നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ലൈഫിനെ സെർവ് ചെയ്യുന്നത്, അതിനെ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ വിടുക എന്നാണ് നിങ്ങൾ അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമായിരുന്നെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മാറി ചിന്തിക്കാനും നിങ്ങൾ അവിടെ നിന്ന് പോകണം. കൂടുതലും ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം സിഗരറ്റ് വലിക്കുന്നവരല്ലെങ്കിൽ അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ലീവ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നും അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് ലൈഫിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണം, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ കുറച്ച് എൻ്റെ ഹാബിറ്റ്സ് മാറ്റണം, എൻ്റെ കാര്യങ്ങൾ മാറ്റണം, എൻ്റെ സിറ്റുവേഷൻ മാറ്റണം. ഒന്നുകിൽ നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ അബ്രോഡ് പഠിക്കാൻ പോകുന്നതായിട്ട് തീരുമാനിക്കും, അല്ലെങ്കിൽ കരിയർ അബ്രോഡ് നോക്കും. അങ്ങനെ എന്തൊക്കെയോ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് തന്നെ എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 4 of Swords. ഓക്കെ, സോ നല്ല നല്ല ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് പോലെ എനിക്ക് തോന്നുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം പെട്ടെന്ന് എണീറ്റ് എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ട് എണീക്കുകയോ, അല്ലെങ്കിൽ പെട്ടെന്ന് എണീറ്റിട്ട് നിങ്ങൾ ബെഡിൽ തന്നെ കിടന്ന് ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് വേറൊരു കുറച്ച് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് നിങ്ങൾ റീതിങ്ക് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള ഒരു രീതിയാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ ലൈഫിലൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് തോന്നും. ഓക്കെ, ഞാൻ ഇത്രയും നാൾ കളിച്ച് നടന്നതുപോലെയല്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ എൻ്റെ ലൈഫ് ആലോചിക്കാതെ വെറുതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയത് പോലെയല്ല. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ നല്ല 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 കാര്യങ്ങൾ എന്താ പറയുക, ഒരു ചേഞ്ച് നടത്തുമ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പിനെസ് കിട്ടും. ഇത്രയും നാൾ നിങ്ങൾ ലൈഫ് കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ നിങ്ങൾ ഇമ്പ്രൂവ് ആകുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കര, നിങ്ങൾ ഈ ചേഞ്ചിലൂടെ നിങ്ങൾ തനിയെ എടുക്കുന്ന ഈ ചേഞ്ച് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തരും. ചിലവർക്ക് നിങ്ങൾ കുറേ നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, ഓക്കെ, കുറേ നാളായിട്ട് എന്തെങ്കിലും ജോബ് മാറണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ, അങ്ങനെ എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, അതിനു വേണ്ടി സ്റ്റെപ്പ് എടുക്കും. നേരത്തെ നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഉണ്ടായിരുന്നേ ഉള്ളൂ, നിങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ അതിനു വേണ്ടി ഒരു ഹാർഡ് വർക്ക് ചെയ്ത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് നേരത്തെയൊക്കെ നിങ്ങൾക്ക് തോന്നിയെന്നോ ഇതൊന്നും ശരിയാവില്ല, ഇപ്പോൾ സപ്പോസ് ഒരു നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നും ശരിയാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെയ്ത്ത് ഇല്ലായിരുന്നു, ഫെയ്ത്തും ഹോപ്പും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇത് രണ്ടും ഉണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ഇതെന്തായാലും ശരിയാകും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഹോപ്പും ഫെയ്ത്തും വെച്ചിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക, ജോബ് ചേഞ്ച് ചെയ്യുക, അതിനുള്ള ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് സോൾസ്, ഡെത്ത് കാർഡ്. എനിക്ക് ഇവിടെ വീണ്ടും കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ടൈം കൊടുക്കുക, ഒരു ഹാപ്പിനെസ് തരുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ജോലി തന്നെ, നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു തരത്തിലും ഹാപ്പിനെസ് തരാത്തതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫീൽഡായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡിലായിരിക്കും. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് മാറാനുള്ള നിങ്ങൾ ഫുൾ എനർജി നിങ്ങൾ അതിനു വേണ്ടി കൊടുത്ത് അതിനുവേണ്ടി മാത്രം ഡയറക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിട്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പോവുക.
പിന്നെ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലവരാണെങ്കിൽ നല്ല പോലെ ബൗണ്ടറീസ് വെക്കും ആൾക്കാരിൽ നിന്ന്. ഓക്കെ, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരല്ല. അല്ലാതെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇത്രയും നാൾ നിങ്ങളുടെ ഡിസിഷൻസ് ഒക്കെ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുമായിരുന്നു, ഞാൻ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണോ, ആരെങ്കിലും പെർമിഷൻ എടുക്കുന്ന പോലെ. അല്ലെങ്കിൽ കുറേ പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക, നിങ്ങൾ അങ്ങനെ പോകണ്ട, ഇതിങ്ങനെ പോകുന്നതൊക്കെ ഒരു ഒന്നെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്നായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾ ക്ലിയർ ബൗണ്ടറീസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് എന്താണ് അതിന് ഞാൻ പോയിരിക്കും, അത് ആരെന്ത് പറഞ്ഞാലും ഞാൻ പോയിരിക്കും എന്നുള്ളൊരു ഭയങ്കര വാശിയും എനർജിയും നിങ്ങൾക്ക് കിട്ടിയതായിട്ടാണ് കാണുന്നത്. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചിലവർക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഹാർഡ് വർക്കേ അല്ല, ഇത് ഞാൻ കറക്റ്റായിട്ട് ഒരു സ്റ്റെപ്പ് പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്തതുകൊണ്ട് ഇതൊരു വലിയ ഹാർഡ് വർക്ക് അല്ല. മീൻസ് നിങ്ങളിത് ചെയ്യാൻ പോകുന്ന മുമ്പ് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് ഭയങ്കര വർക്കാണല്ലോ, ഇത് ഹെക്റ്റിക് ആണല്ലോ. പക്ഷെ വൺസ് യു സ്റ്റാർട്ട്, ഓക്കെ, നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊന്നും ഹാർഡ് വർക്ക് അല്ല, ഇതൊരു ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ ഇതൊക്കെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 8 of Swords reversed and Ace of Wands reversed. ഓക്കെ, എനിക്കിവിടെ കാണാം നിങ്ങളുടെ സ്പൗസ്, ഓക്കെ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ. ഓക്കെ, നേരത്തെ അവരും എനിക്ക് തോന്നുന്ന ഒരു ചേഞ്ച്, അവരിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ സ്പൗസ്, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും, ഫാമിലിയിൽ ഏതെങ്കിലും ഒരു മെമ്പർ. പക്ഷേ നേരത്തെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അവരും എന്താ പറയുക, മീൻസ് നിങ്ങൾ ഈ ഒരു ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ നോക്കുമ്പോൾ അവരും നിങ്ങളെ അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. നിങ്ങൾക്ക് അവരിലും ഒരു ചേഞ്ച് കാണാൻ ചാൻസ് തോന്നുന്നുണ്ട്. നിങ്ങളിലോട്ടുള്ള ഒരു മീൻസ് നേരത്തെ നിങ്ങളിപ്പോൾ ഒരു ഡ്രീമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അവരും ഒരു പിന്നോട്ട് നിന്ന പോലെയാണ് തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അവരിലും ഒരു മാറ്റം കാണാം, നിങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഭയങ്കര ടാലന്റഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ, ഓക്കെ, എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പോകുന്ന ജേർണിയിൽ പലരും നിങ്ങളെ ബാക്ക് ചെയ്യാൻ നോക്കും, ഇത് വേണ്ട, ഇത് ശരിയാവുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു സ്പിരിറ്റ്, ഓക്കെ, നിങ്ങൾ ആ ഒരു എനർജി എന്തോ എവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു എനർജി കിട്ടി, ഇത് എന്തായാലും ഞാൻ എത്ര ഹാർഡ് വർക്ക് ആണെങ്കിലും ഞാനിത് മുൻപോട്ട് പോകും, ഇതുകൊണ്ട് മുൻപോട്ട് പോകുള്ളൂ, ഞാനിത് സ്റ്റോപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. 6 of Cups reversed, 3 of Swords reversed. നിങ്ങൾ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ക്രിയേറ്റർ. ഓക്കെ, നിങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ ഡ്രീം ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ചിലവല്ല എനിക്ക് കാണുന്നത് നിങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണറിനെ വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിൽ, ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് പാർട്ട്ണറോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു പാർട്ട്ണറിനെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ ജേർണി കുറച്ചും കൂടി ഈസി ആക്കാൻ നിങ്ങൾ നോക്കും. ഓക്കെ, പിന്നെ ഈ സിംഗിൾ ആയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചേഞ്ച് വന്നതോടെ നിങ്ങൾ ഒരുപാട് പേരെ, ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക്, ഓക്കെ, ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് കാരണം അവർക്കൊരു അട്രാക്ഷൻ തോന്നി അവരും വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ജസ്റ്റിസ് റിവേഴ്സ്ഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് കാരണം നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും നിങ്ങളെ ഏതൊക്കെ ജസ്റ്റ് ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് തോന്നി അതുപോലത്തെ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റും കൂടെ ഉള്ള ഒരു പാർട്ട്ണർ ആയിരിക്കും നിങ്ങളുടെ തേടി വരുന്നത്. ഓക്കെ, സോ ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സ്വന്തം കഴിവിന് എത്ര പേര് സപ്പോർട്ട് ചെയ്ത് നിന്നാലും നിങ്ങളുടെ സ്വന്തം കഴിവിന് നിങ്ങൾ കുറേ കാര്യങ്ങൾ മാറ്റിയെടുത്ത് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇത് കാണുന്നത്. ഓക്കെ, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തൊട്ട് ഇത് റെസൊനേറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ഇതാണ് നമ്മുടെ റീഡിംഗ്. എത്ര പേർക്ക് ഇത് റെസൊനേറ്റ് ചെയ്യുന്ന അറിയില്ല. എന്തായാലും റെസൊനേറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, സിറ്റുവേഷനും കൂടെ കമൻറ്റ് ചെയ്യുക. സോ അത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യും. ആൻഡ് ഐ വിൽ ഓൾസോ ബി ഹാപ്പി. താങ്ക് യു.